വെൽക്കം ലൈവിലേക്ക് സ്വാഗതം. മായാവി എന്തുമായിട്ടാണ് വന്നിരിക്കുന്നത്? ആർഷ, എനിക്ക് പേടിയില്ല ഗോസ്റ്റേ എന്ന് പറയാനുണ്ട്. സംജോയി കൊച്ചുകുട്ടിയാണോ, പഠിക്കുവാണോ? ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ഒരു വലിയ ആളിനെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഡി പിയിലെ ഫോട്ടോ ആരുതാണ്? ശരി, അവർ തരുന്ന കമൻറ്റ് വായിച്ചു തരുന്നത് മോളാണോ? കമൻ്റ് ആരും വായിച്ചു തരണില്ലല്ലോ. ഇവിടെ നിന്ന് ഒരാൾ വൈഫ് ഇരിപ്പുണ്ട്, വൈഫ്. ഓക്കെ ഓക്കെ, എൻ്റെ ഫോട്ടോ ഒരു മൂവി ആക്ടറിന് കറക്റ്റ് കണ്ടുകൂടാ, പക്ഷേ ഒരു വലിയ ആളിൻ്റേതാണെന്ന് എനിക്ക് മനസ്സിലാവും. വായിക്കാനൊക്കെ കാണാൻ പറ്റും സാം, എനിക്ക് കണ്ണാടി വെച്ചാലും വായിക്കാൻ പറ്റും. പിന്നെ വായിക്കാൻ ഇങ്ങനെ അടുത്ത് വന്ന് വായിക്കണം, അതിന് വേറെ ഈ ഫോണോട് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്നാലും ഈ ഫോണിൽ എനിക്ക് കമൻറ്റ്സ് വായിക്കാൻ പറ്റും. ഹലോ, വെൽക്കം മായാവി, വെൽക്കം, സ്വാഗതം ലൈവിലേക്ക്. ഓക്കെ, ഓരോ ലൈവ് കാണുന്ന ആളെ വൈഫാണല്ലേ ചോദിക്കണം. ഓക്കെ ഓക്കെ, വൈഫിന് സർക്കാർ ജോലിയുണ്ട്, പക്ഷേ ഇന്ന് അവധി ആയതുകൊണ്ട് പോയില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് തൊട്ടടുത്തിരുന്ന് ലൈവ് കാണുവാണ് വേറൊരു ഫോണിൽ. മായാവി പോയോ എന്ന് ചോദിക്കുവാണോ ആഷ? ആഷ, ഇന്ന് വരുന്നവരായിരിക്കും എല്ലാവരും ഓടിക്കളയാണ്. രാഹുൽ വന്നു. രാഹുലിനെ കണ്ടില്ലേ ഇന്ന് ആഷ? രാഹുൽ ഓടിക്കളഞ്ഞു. അപ്പച്ചന് എന്തായിരുന്നു ജോലി ചോദിക്കുവാണ് സാം. എനിക്ക് ജോലി കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു സാം. ഇപ്പോൾ ജോലിയൊന്നുമില്ല. ഇപ്പോൾ സമയം പോകാൻ വേണ്ടി ഇങ്ങനെ ഇത്തിരി നേരം ഈ ലൈവും ഒക്കെ നോക്കി ഇങ്ങനെ ആളുകളെയൊക്കെ കണ്ടൊക്കെ സംസാരിച്ച് അങ്ങനെ സമയം നിൽക്കുവാണ്. മാഡം എന്ത് ജോബ് ചെയ്യുവാണെന്ന്? മാഡം സർക്കാർ സർവീസാണ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുവാണ്. തേക്കടി മക്കാൻ എത്തിയിരിക്കുന്നു. തേക്കടി മക്കാൻ, വെൽക്കം തേക്കടി മക്കാൻ ലൈവിലേക്ക്. മീൻ കച്ചവടമാണോ ഗോൾഡ് കച്ചവടമാണോ ഏറ്റവും ലാഭമുള്ള ജോലി? ഇന്ന അത് മീൻ കച്ചവടം തന്നെയാണ് സാമേ. ഏറ്റവും ലാഭമുള്ള ജോലി മീൻ കച്ചവടമാണ്. കിട്ടിയ ഊട്ടി. സ്വർണത്തിൽ നിന്നൊക്കെ കിട്ടിയ ഒരു പരിധിയുണ്ട്, പിന്നെ ഒരുപാട് മുതൽ മുടക്കും വേണം. ഓക്കെ ഓക്കെ, മുംബൈയിലെ മോഹൻലാലിൻ്റെ ഡയലോഗാണെന്നത്. ഓക്കെ ഓക്കെ, എന്ത് ഡയലോഗായാലും ശരിയായൊരു ചോദ്യമാണ്. ഞാനൊരു മീൻ കച്ചവടക്കാരുടെ തമാശ പറയാറുണ്ടായിരുന്നു. കാര്യം ഒരു മീൻ കച്ചവടം ചെയ്യുന്ന ആളുകൾ നമ്മളവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയിൽ വരും. കടയിൽ വരുന്നത് നല്ല മദ്യപിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറയും, ഇന്ന് മീൻ വാങ്ങിച്ചു, ഇത്ര രൂപയ്ക്ക് മീൻ വാങ്ങി വിറ്റു. അണ്ണാ എന്തു പറയാനാ, 1000 രൂപയ്ക്ക് വാങ്ങിച്ചു, പിന്നെ 1400 രൂപയ്ക്ക് വിറ്റു. 400 രൂപ ലാഭം. പിന്നെ എന്താ എനിക്ക് ഒരെണ്ണം അടിച്ചുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം വന്നു. ഇന്ന് രാവിലെ മീനെടുക്കാൻ പോയി, കൊണ്ടുവന്നു 1000 രൂപയുടെ മീനെടുത്തുകൊണ്ട് വന്ന് വൈകുന്നേരം വരെ എല്ലായിടവും കൊണ്ടുനടന്ന് വിറ്റപ്പം വെറും 1000 രൂപ തന്നെ കിട്ടി. മെനക്കേട് കൂലി പോയി. എന്തായാലും പോയി, ഒന്നും കിട്ടിയില്ലല്ലോ എന്നാൽ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം അടിച്ചു വന്നു. അപ്പോൾ അടുത്ത ദിവസം പറഞ്ഞു, പിന്നെ ഒരു ദിവസം പോയി മീൻ കച്ചവടമൊക്കെ ചെയ്തിട്ട് വന്നു. 1000 രൂപയുടെ മീൻ വാങ്ങിച്ചു, വിറ്റപ്പോൾ 700 രൂപ കിട്ടിയുള്ളൂ. 300 രൂപ പോയി. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ ഒരെണ്ണം കൂടെ വാങ്ങി അടിച്ചു എന്ന് പറയുമ്പോൾ സന്തോഷമായാലും സങ്കടമായാലും ഒരെണ്ണം അടിക്കുക, അത്രേ ഉള്ളൂ.